ഫെബ്രുവരി 2 പരിശുദ്ധ അമ്മയുടെ ശുദ്ധീകരണ തിരുനാൾ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 22 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങളിൽ യഹൂദ നിയമപ്രകാരം ഉണ്ണീശോയെ ദൈവാലയത്തിൽ കാഴ്ചവെക്കാൻ ചെല്ലുന്ന പരിശുദ്ധ അമ്മയെയും യൗസപിതാവിനെയും നാം കണ്ടുമുട്ടുന്നുണ്ട്. യഹൂദ നിയമപ്രകാരം ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞ് 40 ദിവസം അശുദ്ധയാണ്. അതിനാൽ 40-ാമത്തെ ദിവസം അവൾ ശുദ്ധീകരണത്തിനായി ദൈവാലയത്തിൽ ചെല്ലുകയും തന്റെ പുത്രനെ അവിടെ ദൈവത്തിന് കാഴ്ചവെക്കുകയും ചെയ്യണം. ബലിയർപ്പിക്കാൻ ഒരു കുഞ്ഞാടിനെയോ 2 പ്രാവുകളെയോ കൊടുക്കണമായിരുന്നു. തങ്ങളുടെ ദാരിദ്ര്യം കൊണ്ട് പരിശുദ്ധ അമ്മയും യൗസപിതാവും 2 പ്രാവുകളെയാണ് ബലിയർപ്പിക്കാൻ കൊടുത്തത്. അവിടെ വെച്ച് വൃദ്ധപ്രവാചകനായ ശിമയോൻ തിരുക്കുടുംബത്തെ കാണുകയും ഉണ്ണീശോയെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും പ്രവചനങ്ങൾ നടത്തുകയും ചെയ്തു. ദൈവഹിതത്തിനും ദൈവത്തിന്റെ കൽപ്പനകൾക്കും പരിപൂർണമായി ആത്മാർപ്പണം ചെയ്ത പരിശുദ്ധ അമ്മയെ തിരുനാൾ നമുക്ക് കാണിച്ചു തരുന്നു. AD 701 സെർജിയസ് ഒന്നാമൻ മാർപ്പാപ്പയാണ് പരിശുദ്ധ അമ്മയുടെ ശുദ്ധീകരണ തിരുനാൾ സ്ഥാപിച്ചത്. പിന്നീട് അമലോദ്ഭവ തിരുനാൾ സഭയിൽ പ്രബലമായതോടുകൂടി ഫെബ്രുവരി 2 കർത്താവിന്റെ ദേവാലയ പ്രവേശന തിരുനാൾ എന്ന് അറിയപ്പെടാൻ തുടങ്ങി.